ഹായ് ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. എല്ലാവരുടെ ഈദൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊടുന്നു വന്നിരിക്കുന്നത് നമ്മൾ ഖത്തറിൽ നിന്നുള്ള ടീച്ചർ ഉമ്മുസ്ലൈം എന്ന് പറഞ്ഞ ടീച്ചറിനെ ആണ്. ടീച്ചറുടെ കരിയർ ജേണിയുടെ വീഡിയോ ചെയ്യുന്നതിന്റെ മുമ്പ് എനിക്ക് എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഉമ്മുസ്ലൈം ടീച്ചർക്ക് ഒരു 2-3 മന്ത്സ് മുന്നേ ജോബ് കിട്ടിയതാണ്. അപ്പോൾ ആൾ ഇപ്പോൾ ഒരു എൻട്രി ലെവലിലാണ്, നമ്മൾ ഇന്ത്യൻ സ്കൂളിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആളുടെ ഡ്രീം ജോബ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സ്കൂളാണ്. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ടീച്ചറാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ ഭയങ്കര പേടിച്ച് നിൽക്കുന്ന ടീച്ചേഴ്സ്, എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് മക്കളൊക്കെ ചെറുതാണ്, ഇത്രയും കരിയർ ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് BEd ഇല്ല, നമുക്ക് എക്സ്ക്യൂസ് കൊണ്ടുവരാൻ നമുക്ക് ഒരു പണി അല്ലെ, ഒരു ബുദ്ധിമുട്ടുമില്ല, എക്സ്ക്യൂസുകൾ നമ്മൾ കൊടുന്നുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ നിൽക്കുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് വന്നിട്ട് ഉമ്മുസ്ലൈം പറയുന്നത് A to Z നിങ്ങൾ കേൾക്കണം. അതുപോലെ മറ്റ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, സാധാ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ പെന്നും ബുക്കും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇരിക്കുക. ഓരോ ടീച്ചേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഓരോരോ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളായിരിക്കും കിട്ടുന്നത്. എല്ലാ ടീച്ചേഴ്സിൻ്റെയും ജേണി ഒരുപോലെ ആവില്ല അല്ലേ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഹാർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സും നമ്മളൊക്കെ ഒരുപോലെ തന്നെയാണ്. നമുക്ക് മക്കളുണ്ട്, വീട്ടിലെ പണികൾ എടുക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സ്വപ്ന ജോബ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഉമ്മുസ്ലൈമിനെ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ വളരെ ചുരുക്കി ഒന്ന് പറയാം. ഡിഗ്രി മാത്രമാണുള്ളത്, BEd ഇല്ല. അതുപോലെ സാധാ മലയാളം മീഡിയത്തിൽ നമ്മളൊക്കെ പോലെ തന്നെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ടീച്ചറാണ്. നമ്മുടെ HBAT ആൻഡ് മാസ്റ്ററിങ് IG ലെവൽ മാത്തമാറ്റിക്സ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ട്യൂഷൻ എടുക്കുന്നുണ്ട് മാത്ത്. അതുകൂടാതെ അബാക്കസ് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് നിർത്തി എന്ന് പറഞ്ഞു ആള്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ടീച്ചർ ഉമ്മുസ്ലൈമിൻ്റെ അടുത്ത് തന്നെ കേൾക്കാം. യെസ് ഉമ്മുസ്ലൈം, ഒന്ന് ആ കരിയർ ജേണി ഒന്ന് പറയൂ. ഓക്കെ. ഫസ്റ്റ് താങ്ക് യു ഫോർ നല്ല ഗുഡ് ഇൻട്രഡക്ഷൻ തന്നതിന്. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്നെ പോലെയുള്ള ടീച്ചേഴ്സിനോടാണ്. അതായത് എനിക്കുണ്ടായ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ മലയാളം മീഡിയം ആയതുകൊണ്ട് എൻ്റെ ഏറ്റവും കോൺഫിഡൻസ് എന്നെ കുറക്കുന്ന വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യം അതിനു വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഫ്രീ ആയിട്ട് വരുന്ന ക്ലാസ് എങ്ങനെയാണ്, അപ്പൊ ഓരോ ഇംഗ്ലീഷ് അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കും, അതൊന്ന് കാണാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് BEd ഇല്ല. അപ്പൊ BEd ഇല്ലെങ്കിൽ കയറാൻ പറ്റുമെന്ന്. പക്ഷെ മാമിന്റെ കോഴ്സ് എടുത്തതിന് ശേഷം BEd ഇല്ലെങ്കിലും നമ്മൾ ഇന്ന രീതിയിൽ അപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്ക് കയറാൻ പറ്റും മനസ്സിലായി. അപ്പം മാമിന്റെ കോഴ്സ് എടുത്താൽ അതിൻ്റെതായ ഇങ്ങനെയാണ് ഇന്റർവ്യൂവിന് പോകേണ്ടത്, ഓരോ ടിപ്സ് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്താൽ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് കയറാൻ പറ്റും. അപ്പം എനിക്ക് 2 ചെറിയ മക്കളാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ 4 വയസ്സും 3 വയസ്സുള്ള 2 ചെറിയ മക്കളാണ്. അങ്ങനെ 2013 ഞാൻ ഡിഗ്രി ചെയ്യുന്നത്. ഞാൻ PG ചെയ്തില്ല. പിന്നെ അതിനുശേഷം എനിക്ക് എൻ്റെ ഹെൽത്ത് ചെറിയൊരു രോഗം ഉണ്ടായിരുന്നു. അതായത് ഗർഭപാത്രത്തിൽ മുഴയുണ്ടായതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് എന്താക്കി, എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. BEdന് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റിയില്ല. പക്ഷെ BEd ഇല്ലെങ്കിലും നമുക്ക് ഗൾഫിൽ ജോലി ചെയ്യാൻ പറ്റും. അപ്പോ എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യും, നിങ്ങൾ വിചാരിച്ച ലക്ഷ്യത്തിലെത്തും. പക്ഷെ ഞാനിപ്പോ ചെയ്യുന്ന വെച്ചാൽ അബാക്കസ് ട്യൂഷൻ ഇവിടെയും ഖത്തറിലും വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരുപാട് പിന്നെ പഠിക്കാൻ ഒക്കെ എന്റെ മക്കളെ എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നാട്ടിലെ അബാക്കസ് ടീച്ചേഴ്സ് ഡൗട്ട് അയക്കുന്ന സമയത്ത് അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ എനിക്ക് 7 കുട്ടികളുണ്ടായിരുന്നു നാഷണൽ ലെവലിൽ. കേരളത്തിൽ തന്നെ 10 റാങ്ക് കിട്ടിയ കുട്ടികളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ട്രെയിൻ ചെയ്യിച്ച് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്താ ലക്ഷ്യത്തിലെത്തും. ഇവിടെ ഖത്തറിലെ എനിക്ക് CBSE സ്കൂളിന്റെ കാര്യം പറയാന്ന് വെച്ചാല് നിങ്ങൾക്ക് കെയർ ഓഫിലാണ് അധികവും എന്താക്കുന്നത് സ്കൂൾ കയറുന്നതായിട്ട് അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ യാതൊരു കെയർ ഓഫിലല്ല പോയത്. ഞാൻ മുനീറ മാം പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ കൊടുത്തു. അൽഹംദുലില്ലാ എനിക്ക് കോൾ വന്നു. അപ്പോൾ ആദ്യം 4 ഇന്റർവ്യൂ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. പോദാർ സ്പേളാണ് അവിടുത്തെ ഫേമസ് സ്കൂളാണ്. അപ്പോൾ ആദ്യം ഓൺലൈനായിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ മെത്തേഡ് ഫോളോ ചെയ്തു. പിന്നെ അതിനുശേഷം സ്കൂളിൽ പോയാലും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അവിടെ നമ്മൾ പുറത്ത് പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്നില്ല അതൊക്കെ ഫോളോ ചെയ്ത് അൽഹംദുലില്ലാ അപ്പൊ നമ്മൾ മൈൻഡ് എങ്ങനെ സെറ്റ് ആക്കണം എന്നുള്ളതും കൂടി മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ എനിക്ക് കിട്ടി. പിന്നെ നല്ല സ്കൂൾ തന്നെയാണ് അൽഹംദുലില്ലാ നല്ല. പക്ഷെ എന്റെ ലക്ഷ്യം അതല്ല, ബ്രിട്ടീഷ് സ്കൂളിലേക്കാണ്. ഇൻഷാല്ലാ അവിടെ ജോലി കിട്ടിയിട്ടാകുമ്പോൾ അടുത്തൊരു ഇന്റർവ്യൂ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ വരും. അപ്പൊ അവിടെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് അടുത്ത കരിയർ ജേർണിയിൽ പറയാം. താങ്ക് യു. ഉമ്മുസ്ലൈമിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ 2026 നമ്മൾ നിൽക്കുന്നത്. എന്ന് മുതലാണ്, അതായത് ഇപ്പൊ ഒരു കരിയർ ഗ്യാപ്പ് വന്നു, ഹെൽത്ത് ഇഷ്യൂ വന്നു,
എന്ന് മുതലാണ് വീണ്ടും ഒരു ജോബിന് നോക്കണം എന്ന് തോന്നി തുടങ്ങിയത്? 2025 ഓർ 24? ഏത് വർഷം എനിക്ക് മുതൽ? 2008 കല്യാണം കഴിയുന്നത്. ഓക്കെ. അപ്പൊ അതിനുശേഷം തന്നെ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. 2013 എനിക്ക് എന്തായി കോഴ്സ്, പക്ഷെ ആഫ്റ്റർ അതിന് മുന്നേറ്റ് മാരേജ്. ഓക്കെ. ആഫ്റ്റർ മാരേജ്. അപ്പോ 2013 എനിക്ക് ഫസ്റ്റ് ഒരു ഓപ്പറേഷൻ, 2011 ഓപ്പറേഷൻ ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടി വന്നു. അതായത് ഗർഭപാത്രത്തിൽ മുഴയുണ്ടായിരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു പ്രഗ്നന്റ് ആയാലാണ് ഇതിന്. അപ്പം പിന്നെ എനിക്ക് ബി എഡ് ഓപ്ഷൻ ഇല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ അസുഖം എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവർ ചെയ്യണം. അപ്പോ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ 12 ഇയർ കഴിഞ്ഞിട്ടാണ് എനിക്ക് മക്കളാവുന്നത്. അപ്പൊ അത്രയും എനിക്ക് ഗ്യാപ്പ് അതിന് വേണ്ടി. പക്ഷെ ഫസ്റ്റ് കുട്ടിയായതിനു ശേഷം ഞാൻ എന്റെ ഡ്രീം ഉപേക്ഷിച്ചില്ല. എനിക്ക് ടീച്ചർ ആവാന്നുള്ള എന്റെ ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ അതിന് മുന്നേ ഞാൻ എന്താക്കും, വീട്ടിൽ നിന്ന് ട്യൂഷൻ എടുക്കും. എനിക്ക് കാരണം സ്കൂളിൽ പോയിട്ട് ആകാൻ പറ്റില്ലെങ്കിലും എന്റെ ആയ ഒരു ആഗ്രഹം നടക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ട്യൂഷൻ എടുത്തത്. അപ്പൊ എനിക്ക് മാത്സ് 10th സ്റ്റാൻഡേർഡ് ഒക്കെ എടുത്തോണ്ട് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായി. ആ മക്കളെ എനിക്ക് നല്ല നിലയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ബാക്ക് വെഞ്ചായ കുട്ടികളായിരുന്നു എൻ്റെ അടുത്ത് ട്യൂഷൻ വന്നിട്ടുണ്ടായത്. അപ്പൊ അതിലൊരു മോനിപ്പം ACCA ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവനെപ്പം എന്നെ കണ്ടിട്ട് പറയും, നിങ്ങൾ ഒരാൾ മാത്രമാണ് എനിക്ക് പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് എന്നെ മനസ്സിലാക്കി തന്നത്. അത് ഒറ്റൊരു വാക്ക് മതി. ഞാൻ ആ എന്നെടുത്ത ഹാർഡ് വർക്കിന് വേറെ നമുക്ക് പണം, ഞാൻ ചില കുട്ടികൾ, പാവപ്പെട്ട കുട്ടികൾക്ക് ക്യാഷ് വാങ്ങാണ്ട് ട്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ക്യാഷ് അല്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വേറെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ആ മക്കൾ കാണുമ്പോൾ അവര് ടീച്ചിങ് സാറ്റിസ്ഫാക്ഷൻ. ആ അപ്പോ ക്യാഷും വേണം, ക്യാഷും വേണ്ടതല്ല, മണി ഒരു ഭാഗമാണ്. പക്ഷെ അതല്ല, അതിന് മേലെയും പല കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്കത് ഇപ്പൊ ആ കുട്ടീനെ കാണുമ്പോൾ അവന്റെ ഉമ്മയും പറയും. കാരണം സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ വഴക്ക് പറഞ്ഞിട്ട് പുറത്താക്കി. അവർക്ക് അവന്റെ ഉമ്മ ഭയങ്കര വിഷമത്തോടെ വന്നിട്ട് പറഞ്ഞതാണ്, സുലൈമന്ത് നീ ട്യൂഷൻ കൊടുക്കുവോ, കാരണം അവൻ വളരെ ബാക്കാണ്. പക്ഷെ അവനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു പരിധിവരെ വികൃതി വേണം, പക്ഷെ എന്ത് ചെയ്യണം, ഒരിക്കലും നമ്മുടെ പഠിത്തത്തെ ബാക്കോട് തിരിഞ്ഞു നോക്കുമ്പോൾ ഖേദിക്കുന്ന രീതിയിലാവരുത്. പഠിക്കുക, കുറച്ച് കളിക്കുക, അത് രണ്ടും വേണം ജീവിതത്തിൽ. വെറും പഠിത്തമായാലും പറ്റില്ല. അപ്പൊ ആ ഒരു രീതിയിലുള്ള മോട്ടിവേഷൻ കൊണ്ട് മാഷാഅല്ലാഹ് അവന് മോട്ടിവേഷൻ നന്നായി കൊടുത്ത് ഉയർന്നു ആ വന്ന് ഒരു ലെവലിലേക്ക് എത്തിച്ചു. വന്ന് ഒരു ഡൗട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ ട്യൂഷൻ എടുത്തത് ഓൺലൈനിലൂടെയാണല്ലോ. ഓൺലൈൻ അല്ല, ട്യൂഷൻ ട്യൂഷൻ, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഓഫ്ലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഓഫ്ലൈൻ ട്യൂഷനാണ്. അപ്പോ ഇവിടെ നമുക്ക് സൗദിയിൽ ശരിക്കും ട്യൂഷൻ അങ്ങനെ എടുക്കാൻ പറ്റില്ലാത്തൊരു ഇതുപോലെയാണ്. ഉം, പിന്നെ ദുബൈയിലാണെങ്കിൽ അവർക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഉം, ഉം. അതുപോലെ എന്തെങ്കിലും ലൈസൻസ് എടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും സിസ്റ്റം ഖത്തറിലുണ്ടോ? ഞാൻ ഇവിടെ വന്നിട്ടില്ലേ, ഉം. PGC എന്നുള്ള വേറൊരു കോഴ്സും കൂടി ചെയ്തിട്ടുണ്ട്. ആ, പോസ്റ്റ് അതുണ്ട് ഗ്രാജുവേഷൻ അതിന്റെ ഇടയിൽ കോഴ്സും PG. ചെയ്തിട്ടുണ്ട്. ആ, ഓക്കെ. അപ്പൊ അതിൻ്റെത് OTHM എന്ന് പറഞ്ഞിട്ട് UK ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അത് 3 ആഴ്ച കഴിഞ്ഞാല് ഓൾറെഡി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അത് എല്ലാ ഫ്രൈഡേ എനിക്ക് ഇവിടെ പോയിട്ട് ഓഫ്ലൈൻ ക്ലാസ് ആണ്, അത് പോയി അറ്റൻഡ് ചെയ്യും. അപ്പോ ഓക്കെ. അത് എല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ടൈം ഉണ്ടാവും. ആ ടൈം ഇല്ല ഡ്രീമിലേക്ക് എത്താനുള്ള എല്ലാ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരിക്കുക. അതിന് അല്ലെ? അതിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് സ്വന്തമായിട്ട് സെന്റർ തന്നെ തുടങ്ങാം. എനിക്ക് അത് ഓ, ചെയ്യാനുള്ളത് കൂടിയാണ് അത് ഞാൻ ചെയ്തത്. എടുത്താൽ ഒരു സെന്റർ തുടങ്ങാനുള്ള ഒരു ഇതായി, ലൈസൻസ് പോലെ. ഒരു എനിക്കൊരു ഡൗട്ടും കൂടെ, ഉറപ്പിന് ഒരു വേണ്ടിയിട്ട്. ഓഫ്ലൈൻ നടത്തുമ്പോ ഇനി ടീച്ചേഴ്സ് ചോദിക്കതായിരിക്കും വീഡിയോ കാണുമ്പോൾ, ഈ ഉം. PGCക്ക് എത്ര ഫീസ് കൊടുത്തു? PGCക്ക് എനിക്ക് 3800 ഇവിടുത്തെ ആയിട്ടില്ല. അത് ഓഫർ പ്രൈസിലാണ് ഞാൻ കയറിയിട്ടില്ല. ആ സമയത്ത് അവർ ഓഫർ ഇട്ടിട്ട് ആ, 3800 എനിക്ക് വന്നത്. ഏകദേശം ഇന്ത്യൻ റുപ്പീസ് എത്ര വരും? 77 ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് 1000 ഒരു എന്ന് 1 lakh പറയുമ്പോൾ ഒക്കെ വരും. 1 1 lakh lakh വരും. ആ ആ 1 lakhന്റെ അടുത്ത് വരും. ഓക്കെ. വരും. ഇനി അടുത്ത് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ സ്കൂളിലാണ് ഇപ്പോ, എന്താ പറയാ, ഇന്ത്യൻ സ്കൂളിലാണ് ഇപ്പൊ കിട്ടിയില്ല, എൻട്രി ലെവൽ ജോബ് ആണെന്ന് പറഞ്ഞോ. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ, ഇപ്പൊ ഇന്ത്യൻ സ്കൂളാണെങ്കിലും എന്താണ്, ഉം. ടീച്ചേഴ്സിനോട് പേടിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ഒരു ക്ലാസ് എടുക്കേണ്ട ഇംഗ്ലീഷ് എല്ലാ ടീച്ചേഴ്സിന്റെ കയ്യിലും ഉണ്ടാവും. ആ. കാരണം വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഉം. ഇപ്പൊ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ളത്, അല്ലാതെ ഭയങ്കര ഫ്ലുവന്റ്. കാരണം ഒരിക്കലും നമുക്ക് ഭയങ്കര ഫ്ലുവന്റ് ആയ ഇംഗ്ലീഷ് അല്ല വേണ്ടത്. കാരണം കുട്ടികൾക്ക് മനസ്സിലാവുന്നുള്ളതാണ്. കാരണം പല കൺട്രീസിലെ കുട്ടികളുണ്ടാവും. അപ്പൊ ആ കുട്ടികൾക്ക് മനസ്സിലാവുന്നുള്ളത് നമ്മളെ ഭയങ്കരമായിട്ടുള്ള ഇംഗ്ലീഷ് അല്ല അവർക്ക് വേണ്ടത്. കാരണം കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. കാരണം വെച്ചാൽ മാത്സ് ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും നമുക്ക് ആ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് മനസ്സിലാക്കാം. ആ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി, അത്രയും അവർക്കും ആവശ്യമുള്ളൂ. മനസ്സിലാവുക, നമ്മൾ പറയുന്ന അവർക്കും, അവർ പറയുന്നത് നമുക്കും നമുക്ക് മനസ്സിലാവുക എന്നുള്ളത്. മനസ്സിലായാൽ മതി. നിങ്ങളുടെ സ്കൂൾ ടൈമിംഗ് എങ്ങനെയാ വരുന്നത്? എനിക്ക് 7 to 2 ആണ് ഇവിടെ. 7 to 2 o'clock. ഉം, പിന്നെ ചോദിക്കാനുള്ള, ഇപ്പൊ നമുക്ക് ഇവിടെ സൗദി അറേബ്യയിൽ അജീർ ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ലൈസൻസ്, അതായത് അറ്റസ്റ്റഡ് ഉം, ഡിഗ്രി എടുത്തിട്ട് ഒരു അജീർ ലൈസൻസ് എടുക്കും. പിന്നെ ഉം. ദുബൈയിലാണെങ്കിൽ അവർക്ക് ഇക്വിവാലൻസി, ജെന്യൂനിറ്റി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഖത്തറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈസൻസ് എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം? ഒരു ഖത്തറിൽ അവിടെ ശരിക്കും വർക്ക് ഞാൻ ചെയ്യാൻ ലൈസൻസ് വേണം? ഇല്ല, ഫസ്റ്റ് നമ്മൾക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവർ ആദ്യം നമ്മുടെ ട്രെയിനിങ് പീരീഡിൽ, അതായത് പ്രൊബേഷൻ പീരീഡിൽ അവർ നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോക്കുന്നുണ്ട്. അല്ലാണ്ട് പിന്നെ BEd അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് നോക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം, ഞാൻ സ്കൂൾ കയറിയതിന് ശേഷമാണ് എന്താക്കിയുള്ളത്, ഇവിടുത്തെ എംബസി നോക്കറിന്റെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ നോക്കറിന്റെ ചെയ്തിട്ടില്ല, പക്ഷെ അതൊന്നും അവർ നോക്കുന്നുണ്ടായിരുന്നില്ല.
പക്ഷെ ഇവിടെ വന്നിട്ട് പിന്നെ ഇന്ത്യൻ എംബസിന്റെതും പിന്നെ എംഒ അതും കൂടി ഞാൻ എന്താക്കി അഡ്ജസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ചെയ്തത്. എമോ മീൻസ് നമ്മളെ ഇതില്ലേ മോഫ അറ്റസ്റ്റേഷൻ മൊഫ, ഇല്ലേ, അതായത് ഖത്തറിൽ നിന്ന് മൊഫ ചെയ്തു, അവിടുന്ന് മൊഫ ചെയ്തു. ചെയ്തു. അപ്പൊ ചെയ്തു. പക്ഷെ അറ്റസ്റ്റേഷൻ അത് എന്നോട് വരുമ്പോൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് എന്റെ കൂടെയുള്ള ടീച്ചേഴ്സ് ഒക്കെ ഇപ്പോഴാണ് അവർ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അവർ ഇപ്പോഴാണ് ചെയ്യുന്നത്. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇനി ചോദിക്കുമെന്ന് അറിയില്ല. എല്ലാം ചെയ്ത് വെച്ചാൽ സേഫ് ആണ്. പക്ഷെ അത്രയും പണി വരുന്നല്ലോ. എനിക്കിവിടെ ഇന്ത്യൻ എംബസിന്റെ ആകെ അത്ര ഒരു 2 ആഴ്ച അങ്ങനെ ടൈം എടുക്കുന്നുള്ളൂ മൊത്തം ചെയ്ത് കിട്ടാൻ. അപ്പോ നാട്ടിൽ നിന്ന് പിന്നെ സർട്ടിഫിക്കറ്റ് ഒന്നും അറ്റസ്റ്റേഷൻ ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, ഞാൻ ഇവിടെ വന്നിട്ട് 2019 വന്നേരും ഞാൻ ഒരിക്കലും എന്റെ ഹെൽത്ത് ഇഷ്യൂ ഡ്രീമിനെ കാര്യങ്ങൾ വന്നു. ആ ആ പക്ഷെ ഡ്രീം ഞാൻ ഒഴിവാക്കാനുള്ള ഒരു സന്നദ്ധ. അപ്പൊ 2019 എന്താക്കി, ഇവിടുത്തെ ഒരു ഏജന്റിനെ കണ്ടിട്ട് അറ്റസ്റ്റേഷന് കൊടുത്തിട്ട് അവൻ പറഞ്ഞു നാട്ടിൽ ബോംബെയിൽ അയക്കണം, എന്നിട്ട് അവിടുന്ന് ചെയ്തിട്ട് വരണം. എന്നിട്ട് നോക്കറിൻ്റെത് അവൻ കെയർ ഓഫ് ആയി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഇവിടെ ഈ നൗക്കരി എന്ന് ജോലി പറയുന്നത് എന്താണ്? നൗക്കരി നോക്കറി നമ്മളിതില്ലേ ബോംബെയിലെ ഖത്തർ, അറ്റസ്റ്റേഷൻ. അതായത് ഇതെല്ലാം ഖത്തർ എംബസിയുടെ അറ്റസ്റ്റേഷൻ ആണ് നാട്ടിൽ നിന്ന് ചെയ്യേണ്ടത്. നാട്ടിൽ അവര് ചെയ്തു തന്നതാണ്. അത് അവിടുന്ന് ഏജന്റ് കൊണ്ട് ചെയ്യുന്ന അത്ര അറ്റസ്റ്റേഷൻ. ഓക്കെ. അവർ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നാട്ടിലേക്ക് വീണ്ടും എനിക്ക് എന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളായിട്ട് നാട്ടിലേക്ക് തന്നെ പോകേണ്ട വന്നു. ഓ അപ്പോ ഓക്കെ, അപ്പൊ അന്ന് പറ്റിയില്ല. അപ്പൊ ഒരു കാര്യം കൂടെ ചോദിക്കാനേ, അപ്പൊ അറ്റസ്റ്റേഷൻ ക്ലാരിറ്റി കിട്ടി. അതായത് ഖത്തർ എംബസിയുടെ അറ്റസ്റ്റേഷൻ ഇന്ത്യയിൽ നിന്ന് ചെയ്തു. ഇനി അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ നമ്മുടെയൊക്കെ പാസ്പോർട്ട് വിസ ഒക്കെ കിട്ടുന്ന സമയത്ത്, വിസ അടിക്കുന്ന സമയത്ത് നമ്മള് പിന്നെ ഫാമിലി വിസയിലുള്ളവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റൂല. അതിനാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നത്. ഇപ്പൊ ദുബൈയിലും ഇവിടെയൊക്കെ. ഇപ്പൊ ഉമ്മുസ്ലീം ഉള്ളത് ഫാമിലി വിസയിലാണല്ലോ. ഇവിടെ ഫാമിലി വിസക്കാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. കാരണം വെച്ചാല് ഫാമിലി വിസ ആണെങ്കിൽ ചാൻസ് ആണ്. കൂടുതൽ ഇവിടെ നേരെ ചാൻസ് ഓപ്പോസിറ്റ് ആണ്. എല്ലായിടത്തും അതാണ്. ഫാമിലി വിസയിലുള്ളവർക്ക് പെട്ടെന്ന് ചാൻസ് കിട്ടുന്നുണ്ട്. ഖത്തറിലും അതുപോലെ തന്നെ അല്ലെ? ചാൻസ് കിട്ടുന്നു. ഓക്കെ. ഇനി ഒരു കാര്യം, ഏതെങ്കിലും ടീച്ചേഴ്സ് നാട്ടിൽ നിന്ന് വർക്ക് വിസ ഒക്കെ എടുത്ത് വന്നിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്? നാട്ടിൽ നിന്ന് പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഉണ്ട്. വന്നൊരു ഇപ്പൊ ടീച്ചർ, അവര് നമ്മുടെ തന്നെ ടീച്ചർ ഉണ്ട്, ചെയ്തിട്ടുണ്ട്. അല്ലാതെ നേരിട്ട് ഇവിടെ വന്ന എന്റെ ടീച്ചർ. എന്റെ എന്റെ അവിടെയുള്ള ഇപ്പൊ എച്ച്.എം. അവർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് നാട്ടിൽ നിന്നാണ് വിസ, സ്കൂൾ വിസ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ വന്ന ടീച്ചറാണ്. അതായത് നാട്ടിൽ നിന്ന് സ്കൂള് വിസ സെൻഡ് ചെയ്തിട്ട് വന്ന, അല്ലാതെ അവിടുന്ന് വന്ന് ഇവിടെ സെർച്ച് ചെയ്യുന്നവരെ അങ്ങനെയല്ല. ഞാനിപ്പം ഇങ്ങോട്ട് വന്നിട്ടാണ് സെർച്ച് ചെയ്തത്. പക്ഷെ ആ അതെ, അത് ടീച്ചർക്ക് ഫാമിലി വിസയിൽ ഇരുന്നിട്ട്. അപ്പോ ഫാമിലി വിസ. അതല്ല, എന്റെ ഡൗട്ട് ഇതാണ്. ഇപ്പൊ നമ്മൾ സൗദിയിലൊക്കെ ആവുമ്പോൾ, കാരണം നമ്മളെ കാണുന്നവർക്ക് ക്ലാരിറ്റി കിട്ടുന്നതിനാണ്. ഇപ്പൊ സൗദി അറേബ്യയിലാണെങ്കിൽ ഫാമിലി വിസയിൽ വന്നാലാണ് എല്ലായിടത്തും പെട്ടെന്ന് നമുക്ക് ജോബ് കിട്ടുക, നമുക്കതറിയാം. അല്ലാത്തവരോട്, നമ്മൾ മെയിൽ ടീച്ചേഴ്സിനോട് അതുപോലെ വിസ കിട്ടാത്തവരോട് പറയാറ്, നിങ്ങൾ ഒരു വർക്ക് വിസ എടുത്തു വാ. ഒരു 10 മന്തിന്റെ ഫ്രീ വിസ തന്നെയാണ് ഈ വർക്ക് വിസ. അതെടുത്ത് വന്നാല് നമുക്കൊരു ഇക്കാമ ഉണ്ടാവും, റെസിഡന്റ് പെർമിറ്റ്. അതുകൊണ്ട് ഇവിടെ ജോലി ചെയ്യാന്നാണ്. അപ്പൊ നിങ്ങൾക്ക് വർക്ക് ചെയ്യാന്ന് പറയാറുണ്ട്. അതുപോലെ എന്തെങ്കിലും ഖത്തറിൽ ഉണ്ടോ എന്നുള്ള വല്ല ഐഡിയ ഉണ്ടോ? ഒരു ടീച്ചർ ഉണ്ട്. പക്ഷെ ആ ടീച്ചർ എന്ത് വർക്ക് വിസയാണ് എടുത്തതെന്ന് അറിയില്ല. എന്റെ കൂടെ അസിസ്റ്റന്റ് ടീച്ചർ ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ ഇതേപോലെ വന്നതാണ്. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അന്ന്. വന്നിട്ട് അപ്പൊ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വിസിറ്റിലും അവിടെ വിസിറ്റ് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. സാധാ ഖത്തറിലേക്ക് വിസിറ്റ് വിസ ആയിട്ട് വരാറുണ്ട് ആൾക്കാർ എങ്ങനെ? ഞാൻ എങ്ങനെ വന്നുവെച്ചാൽ ഹയ വിസയിൽ വന്നു. എന്നിട്ട് അത് വിസിറ്റിലേക്ക് മാറ്റി. വിസിറ്റ് ഇന്ന് ഫാമിലിയിലേക്ക്. പക്ഷെ ഇത് ആ സമയത്ത് ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു, മാറ്റാൻ പ്രയാസം. പക്ഷെ എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് എന്ത് എന്റെ എല്ലാം ഹയ പെട്ടെന്ന്. വിസ? ഹയ എന്ന് പറയുന്ന സമയത്ത് ഈ ഖത്തറില് നമ്മുടെ ഈ ഫുട്ബോൾ ഇതുണ്ടായിരുന്നില്ല, ആ സമയത്ത് ഹയ വിസ എന്നിട്ട് പെട്ടെന്ന് പാസ്സാകുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഖത്തറിൽ വരാൻ അങ്ങനെ ഹസ്ബൻഡ് വിസയിലേക്ക് അങ്ങനെ കയറി പറ്റി. പക്ഷെ എല്ലാവരും ഫാമിലി വിസ ചേഞ്ച് ആകാൻ ഒന്നെങ്കിൽ കൺട്രി മാറണം, വേറെ കൺട്രിയിൽ ഇപ്പൊ സൗദിയിലേക്ക് അങ്ങ് വന്നിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് അൽഹംദുലില്ലാ എനിക്ക് പെട്ടെന്ന് മാറാൻ പറ്റിയിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ എവിടെയും പോയിട്ടില്ല. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എവിടെ അപ്പോ പോകേണ്ട ഇനി വന്നിട്ട്. ഇനി എനിക്ക് പറയാനുള്ളത്, എനിക്കറിയാം നല്ല ഹാർഡ് വർക്കർ ആണെന്നറിയും. കാരണം ഇപ്പൊ നമ്മുടെ 2 കോഴ്സ് ചെയ്യുന്നതിന്റെ ഇടയിൽ അപ്പുറത്ത് PGC ഉണ്ടായിരുന്നു, ട്യൂഷൻ ഉണ്ട്, ഇതെല്ലാം കൂടെ ടൈം മാനേജ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ ഇനി മെജൂസ് പാർക്കിന്റെ കോഴ്സ് എടുത്തപ്പോ മാസ്റ്ററിങ് IG ലെവൽ മാത്തമാറ്റിക്സും HBAT ഓൾറെഡി യൂസ്ഫുൾ ആയല്ലോ. നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഉമ്മുസ്ലീം പോലുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് അറിയണമെന്നുണ്ട്. എത്രത്തോളം യൂസ്ഫുൾ ആയി, അതുപോലെ റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും എങ്ങനെയായിരുന്നു ആ ഒരു ഇത് നമ്മുടെ ഒരു മെജൂസ് പാർക്കിന്റെ കൂടെ ട്രെയിനിങ് ചെയ്യുമ്പോൾ മുസ്ലിമിന്റെ എക്സ്പീരിയൻസ് കറക്റ്റ് ഒന്ന് പറയാൻ പറ്റും? ശരിക്കും ഞാൻ അന്ന് ഞാൻ പറ്റില്ല, എന്റെ ടൈം ഞാൻ ആ സമയത്ത് ചില സമയം 2 മണി വരെ ഇരുന്ന് കാണുമായിരുന്നു വീഡിയോ. കാരണം റെക്കോർഡ് ആദ്യത്തെ സമയത്ത് നമുക്ക് 2 മണിക്കൂറുള്ള വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ
ഓരോ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഉം. എനിക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം നോട്ടും പെൻ എടുക്കും, ഓരോന്ന് എഴുതി വെക്കും ഇങ്ങനെ. അപ്പൊ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും എന്തൊക്കെ ഫയലിൽ കൊണ്ടുപോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പിന്നീട് ഞാൻ പോകുന്ന സമയത്ത് വീഡിയോ അല്ല നോക്കിയ, ആ ഡയറിയിൽ നോക്കിയാ എന്തൊക്കെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്റർവ്യൂവിന്റെ നമ്മളെ ഡോറ് കയറുന്ന അകത്ത് കയറുന്നതിന് മുന്നേ ആയാലും പുറത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നത് വരെ എന്താ നോട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പോകണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ സംസാരിക്കണം, നമ്മളെ മൈൻഡ്സിൽ എന്താണ് ഉണ്ടാവേണ്ടത് ഒക്കെ എന്താ ചെയ്തിട്ടുണ്ട് മാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സബ്ജക്റ്റിൻ്റെതായാലും ഇപ്പോഴും ഞാൻ ഇതിനിടയിൽ എന്താക്കുന്നത്, നമ്മൾ ഡെമോൻ്റെത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡെമോ കാണുമ്പോൾ ഇന്നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, ഇന്ന ക്വസ്റ്റ്യൻസ് വരാം. കാരണം പല ഇന്റർവ്യൂസ് ആയാലും ഇതൊക്കെ നമുക്ക് ടിപ്സ് ആണ്. പല ഇന്റർവ്യൂസ് അവർ നമുക്ക് തരുന്ന ടിപ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിലൊക്കെ ഓക്കെ. ചിലത് ഞാൻ ഇപ്പൊ നോട്ട് ചെയ്തിട്ട് മാമിന് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഇപ്പൊ ഡയറി ഞാൻ ഒഴിവാക്കിയിട്ട് മാമിന്റെ LMS തന്നെ ഏതാണ് മിനിറ്റ് അതിൽ കമന്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ആ വന്നിട്ട് ആ ഓപ്പൺ ആക്കി നോക്കാം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ. മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആവില്ലെന്നല്ല, എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് എന്തെങ്കിലും ആവശ്യം ഏതിലേ ഉള്ളത്. ഇപ്പൊ ബ്രിക്സിന്റേതായാലും ഒരുപാട് ആപ്പിനെ കുറിച്ച് മാം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത് ഇന്നതാണ്. അങ്ങനെ പിന്നെ മൊഡ്യൂൾ 3 സബ്ജക്റ്റിന്റെ ട്രെയിനിങ് എടുക്കുമ്പോൾ ഇപ്പൊ ക്ലാസ് എടുക്കുന്ന ടീച്ചറുടെ എക്സ്പ്ലനേഷൻ മെത്തേഡ് ഇതൊക്കെ വളരെ ഈസി. മാത്ത് ആണല്ലോ എടുത്തത്, ഈസി ആയിരുന്നല്ലോ, മനസ്സിലാവുന്ന രീതിയിൽ തന്നെയല്ലേ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ? എക്സ്പ്ലനേഷൻ മാത്രമല്ല, നിഷാദ് മാമാണ് നമുക്ക് ക്ലാസ് എടുത്തത്. മാമിന്റെ ക്ലാസ് എല്ലാ ടോപ്പിക്കും കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു രീതിയില്ലേ. കാരണം നമ്മള് നമ്മള് CBSE പഠിച്ച സമയത്തും നമുക്ക് ഇത്രയും ടഫായി, അതായത് കോംപ്ലക്സ് ആയ ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് മാം ക്ലാസ് നമുക്ക് തരുമ്പോഴാണ് ഇന്ന രീതിയിലാണ് എടുക്കേണ്ടത്. പിന്നെ അതുപോലെ റെക്കോർഡ് ആണെന്ന് വിചാരിച്ചാലും നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ ക്ലാസ്. റെക്കോർഡാണ് കുറച്ചുകൂടി എന്നെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മളെ പോലെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് റെക്കോർഡാണ് യൂസ്ഫുൾ. മറ്റേതും ഇതല്ല, പക്ഷെ ആ സമയത്ത് അതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് റെക്കോർഡാണ്. കാരണം ഏത് സമയം നമുക്ക് എത്ര ടൈം നമുക്ക് നോക്കാം. അത് നമുക്ക് ഓർഡറിൽ എവിടെയാണ് തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ, എല്ലാ ഓർഡറിൽ തന്നെയല്ലേ കിട്ടുന്നത്, കിട്ടിയിരിക്കുന്നത്. എല്ലാം ഹാപ്പിയാണ്. നന്നായി കിട്ടും. അതെ. സന്തോഷാണ്. അപ്പൊ ഇനി ഇനിയും പുതിയ നമ്മുടെ കോണ്ടന്റ് ഞാൻ പറഞ്ഞില്ലേ, ചെക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ ചെക്ക് പോയിന്റ് എടുക്കുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒന്ന് ഈ സമയം. ഐജിന്റെ ഒന്ന് ബേസ് സ്ട്രോങ് ആക്കണം. അതെ. അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കിലാണ്. നമ്മുടെ അത് കഴിഞ്ഞ പോയിന്റ് എടുക്കണം. മലയാളി ടീച്ചേഴ്സ് പേടിച്ച് നിൽക്കുന്നത് കരിയർ ഗ്യാപ്പ്, ഉം ഉം കിട്ടോ, ഉം ലാംഗ്വേജ്, ഈ മൂന്ന് ഉം കാര്യത്തിലാണ് അവർ നിൽക്കുന്നത്, ഉം പേടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഉം അവരോട് എന്താണ് ഉമ്മുസുലൈമിന് പറയാനുള്ളത്? ഒന്നത്. അതുപോലെ ഉം അബാക്കസ് ചെയ്യുന്ന ചില ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് പലരും മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ ഉം ഉമ്മുസുലൈമിനെ പോലുള്ള ടീച്ചർ അബാക്കസിന്റെ ഒരു സാധ്യതകളും ഇതും കൂടെ ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? രണ്ട് ക്വസ്റ്റ്യൻ അതാണ്. അബാക്കസിന് നല്ല സ്കോപ്പ് ഉണ്ട്. ആ. കാരണം നാട്ടിലായാലും നല്ല സ്കോപ്പ് ഉണ്ട്, ഇവിടെയുണ്ട് സ്കോപ്പ് ഉണ്ട്. അബാക്കസ് ഖത്തറിൽ സ്കോപ്പ് ഉണ്ട്. ആ. സ്കോപ്പ് ഉണ്ട്. അത് ചെയ്താൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. അബാക്കസ് പിന്നെ പേടി എന്ന് പറഞ്ഞത്, പേടിച്ച് നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. ഉം. നമ്മൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. കാരണം വെച്ചാൽ നമുക്ക് എവിടെയാണോ നമ്മുടെ നെഗറ്റീവ് ഉള്ളത് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഞാൻ പറ്റില്ല, എനിക്ക് ഇംഗ്ലീഷ് ആയിരുന്നു. കാരണം ഞാൻ സദാ മലയാളം മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞാൽ സദാ മലയാളം മീഡിയം സ്കൂൾ പഠിച്ചിട്ട് വന്ന ഒരാളാണ്. അപ്പോ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, യൂട്യൂബിലൊക്കെ എന്ത് ചെയ്യും ഫ്രീ ആയിട്ടുള്ളത്, പിന്നെ പല ആപ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഏതാണ് ആപ്സ് ഫ്രീ ആയിട്ടുള്ളത്, അപ്പൊ അതിലെന്ത് ചെയ്യും, അത് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഒരാഴ്ച എനിക്ക് ചില സമയം ഫ്രീ ഉണ്ടാവുക, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഏത് ആപ്പ് അതിലേക്ക് ജമ്പ് ചെയ്യും. അപ്പൊ എന്നെ ഇമ്പ്രൂവ് ആക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. പിന്നെ കരിയർ ഗ്യാപ്പ് ഒന്നും ഒന്നല്ല. കാരണം എന്റെ സ്കൂളിൽ ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന തന്നെ പല ടീച്ചേഴ്സിനെ കാട്ടിയും ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി അറിവുണ്ട്. കാരണം അവർക്ക് ഓൾറെഡി BEd ഉണ്ടായാലും, പക്ഷെ ഞാൻ എന്നെ എന്താക്കിയിട്ടുണ്ട്, കൂടുതൽ നമ്മൾ പറയില്ലേ പോളിഷ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ പോളിഷ് അപ്ഗ്രേഡ് ചെയ്യാം. ചെയ്യും. അപ്പോ നമ്മൾ ഇപ്പൊ ആപ്പ് ആയാലും, ഞാൻ ഇപ്പൊ പല ആപ്സ് ഏതൊക്കെയാണ് ഇപ്പൊ മാത്സിന് ഏതൊക്കെയാണ് ആപ്പ് പുതിയത്, ഞാൻ നമ്മുടെ ഡെമോ പറയുന്ന സമയത്തും ഡെസ്മോസ്, ജീബ്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചതൊന്നുമല്ല. അപ്പൊ ഞാനിപ്പോ ഏതാണെന്ന് ഞാൻ എന്താക്കും, ChatGPT, നമുക്കെല്ലാം ഇപ്പൊ എല്ലാം കൈ വിരൽ തുമ്പത്തുണ്ടെന്ന് പറഞ്ഞ ജെമിനി ആയാലും, അപ്പൊ ChatGPT ചോദിക്കും ഏതാണ് മാത്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്സ്. അപ്പൊ അതൊക്കെ യൂട്യൂബിൽ നോക്കും, ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ അപ്പൊ യൂട്യൂബിൽ കാണുമ്പോൾ അതിനനുസരിച്ച് ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ്. അപ്പൊ നമ്മൾ എങ്ങനെ പോളിഷ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും, പിന്നെ നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മുടെ ഡ്രീം എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപേക്ഷിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് സ്വപ്നം കാണാം, അവിടെ എത്തിയിട്ടുള്ള സ്വപ്നം കാണാം. ഇപ്പൊ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നാലും വിഷ്വലൈസ് അവിടെ ചെയ്യാം. എത്തിയാൽ എങ്ങനെയായിരിക്കും ഞാൻ സംസാരിക്കേണ്ടതില്ല, ഇതൊക്കെ സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഓൾറെഡി, ഞാൻ ബാത്റൂം ശരിക്കും പറഞ്ഞില്ലേ, ഞാൻ കുളിക്കുന്ന സമയത്തും ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അവരെന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നുണ്ടാവും. കാരണം അത്രയും, അപ്പൊ അവിടെ എത്തിയ ശേഷം എന്നോട് ചോദിക്കുന്ന പല ചോദ്യം അതാവുമ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. കാരണം ഇന്ന ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയണം, അതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അനാവശ്യമായിട്ടില്ല, ഞാൻ പറ്റില്ല ഫേസ്ബുക്ക്
ഇൻസ്റ്റാഗ്രാം അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി. കാരണം അതിലൊക്കെയാണ് നമ്മുടെ ടൈം വെറുതെ, വേണ്ടെന്നല്ല, എല്ലാം നമുക്ക് വേണം. പക്ഷെ ഞാൻ ഇനി ഇൻസ്റ്റാഗ്രാം ഞാൻ ഡൗൺലോഡ് ആക്കിയിട്ടില്ല. ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ആക്കിയതാണ്. കാരണം അതിൽ ഒരു പ്രാവശ്യം നമ്മൾ കയറുമ്പം ഒരുപാട് ഒന്ന് നോക്കാൻ കയറിയാൽ പിന്നെ അതിന്റെ നമ്മളെ ടൈം ഇങ്ങനെ വേസ്റ്റ് ആവും. അപ്പൊ ഞാൻ അതാണ്, കാരണം യൂട്യൂബും ഗൂഗിളും മതി നമുക്ക്, ചാറ്റ് GPT ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ സെറ്റാണ്. അപ്പോൾ എന്റെ ടൈം വേസ്റ്റ് ആക്കാത്ത ആപ്സ് ഏതൊക്കെയാണ്, അതാണ് ഇപ്പൊ എൻ്റെ ഉള്ളത്. പക്ഷെ നമുക്ക് എല്ലാം അപ്ഡേറ്റ് ആയിരിക്കണം. ഇൻസ്റ്റാഗ്രാം എനിക്ക് ചെയ്യണം, പക്ഷെ എന്റെ ഇത് ഒന്ന് ബേസ് സ്ട്രോങ് ആക്കിയിട്ടാകുമ്പോൾ ഇൻഷാല്ല ഇൻസ്റ്റാഗ്രാം ഞാൻ തുടങ്ങും. കാരണം അതിൽ നമുക്ക് അറിവുണ്ടാവണം. നാളെ കുട്ടികൾ, മക്കൾ വലുതാൻ പോയാലും എല്ലാത്തിലും നമുക്ക് അറിവുണ്ടാവണം. അറിയില്ല എന്ന് പറയുന്നത് മോശമാണ്. എന്നെ തന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തൊരു ടീച്ചറാണ് മുസ്ലിം. താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു എനിക്ക് മാം. നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്തു അല്ലെ? ഭയങ്കര മോട്ടിവേഷൻ ആണ് മുസ്ലിമിന്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. അപ്പോ ടീച്ചേഴ്സ്, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് ഗിവ് അപ്പ് ചെയ്യാണ്ട് വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ അത് കിട്ടിയിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നതും അവിടെ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതൊക്കെ വിഷ്വലൈസ് ചെയ്യാം. അത് വളരെ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന, ഞാനും ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ട് ആ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എത്തിപ്പിടിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം എന്നുള്ളത് ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഇനി ഞാനിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്, എനിക്ക് അതിലേക്ക് എത്തിപ്പിടിക്കാൻ ഇനി എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് നിങ്ങൾ ഓരോന്ന് പ്ലാൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ വീട്ടിലെ കുക്കിംഗ് ആവട്ടെ, ക്ലീനിങ്, മക്കളുടെ കാര്യം എല്ലാം കൊണ്ടുപോയിട്ട് തന്നെ അതിൻ്റെ ഇടയിൽ എങ്ങനെ നിങ്ങൾക്ക് അതിലേക്ക് സമയം കണ്ടെത്താം എന്നുള്ളത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഉമ്മുസലൈം പറഞ്ഞതിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന്, നമ്മൾക്ക് ഇപ്പൊ ഏത് സബ്ജക്റ്റിന്റെ ടീച്ചർ ആണോ നിങ്ങൾ, അതിലേക്ക് വേണ്ട എക്സ്ട്രാ ക്വാളിറ്റീസ് എന്താ വേണ്ടത് അപ്ഗ്രേഡ് ചെയ്യുക, സ്കിൽ അപ്ഗ്രേഡ് ചെയ്തു. ഉമ്മുസലൈമിന് ഇത്രയും കരിയർ ഗ്യാപ്പ് ഉണ്ടായിട്ട് ഉമ്മുസലൈം എന്ത് ചെയ്തു, അതിൻ്റെ ഇടയിൽ നമ്മുടെ മെജൂസ് പാർക്കിന്റെ HBIT മാസ്റ്ററിങ് IG എടുത്തു. പിന്നെ അപ്പുറത്ത് വേറെ PGC പോലത്തെ കോഴ്സ് എടുത്ത് അതിനുവേണ്ടി പണിയെടുക്കുകയാണ്. അല്ലാതെ ഹെൽത്ത് ഇഷ്യൂ ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ഒരു ജോബിന് പറ്റുമോ, മക്കളെയും കൊണ്ട് പോവാ, അങ്ങനെയല്ല. അത് കൂടാതെ ട്യൂഷനും കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പോ യെസ് മാം. ഇതുപോലെ പിന്നെ നിങ്ങൾ സയൻസ് ടീച്ചേഴ്സും ഇംഗ്ലീഷ് ടീച്ചേഴ്സും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആഡ് ഓൺ കോഴ്സ്, ഇപ്പൊ ഉമ്മുസലൈമിന് വേണ്ട ചെയ്തു. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ മെജൂസ് പാർക്കിലുള്ളത് മെജൂസ് പാർക്കിൽ നിന്ന് എടുക്കാൻ പറ്റൂ, അല്ലാത്തത് നമ്മൾ പുറത്തുനിന്ന് എടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് അത് എടുക്കാം. എന്നിട്ട് അതുപോലെ ഇംഗ്ലീഷിന്റെ കാര്യം യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ ഉമ്മുസലൈം പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയൊരു കാര്യമാണ്, ഇപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പുകൾ എന്തൊക്കെയാണ്. കാരണം ഉമ്മുസലൈമിന്റെ സബ്ജക്റ്റ് മാത്ത് ആണ്. അതുപോലെ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏതാന്നുള്ള നമുക്ക് ചാറ്റ് GPT കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ നോക്കാം. പിന്നെ നമുക്ക് സാറ്റർഡേ മീറ്റിംഗിൽ നിങ്ങൾക്ക് കയറി ചോദിക്കാം, നമുക്കറിയുന്നതാണെങ്കിൽ നമ്മളും പറഞ്ഞുതരാം. ഇങ്ങനെ ആ ഒരു ഡ്രീമിലേക്കുള്ള ഓരോ പടി ആയിട്ടാണ് മുസ്ലിം അതിലേക്ക് എത്തിപ്പിടിക്കാൻ. ഞാനും എന്നെ ഒന്ന് റിഫ്രഷ് ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് പോയാലും എത്തൂല. ഒരു വീഡിയോ ഓപ്പൺ ആക്കിയാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഗോളിലേക്ക് എത്തുന്നവരെ തൽക്കാലം അതിനൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് വെക്കുക. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പടിപടിയായിട്ട് അങ്ങോട്ട് കയറി പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കാതിരിക്കുക. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, നമ്മുടെ ഹാർഡ് വർക്ക്, വേറൊരാളും വന്ന് നമ്മളെ പുഷ് ചെയ്യില്ല. നമ്മൾ തന്നെ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് പോയാൽ നമ്മുടെ ഡ്രീം ജോബ് നമുക്ക് കിട്ടും, നമുക്കൊരു ഇൻകം ഉണ്ടാവും, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കും ഹാപ്പി ആവാം, നമ്മുടെ ലൈഫിൽ നമുക്കൊരു മീനിങ് ഉണ്ടാവും. അതാണ് എനിക്ക് ഉമ്മുസലൈമിന്റെ ജേണിയിൽ നിന്നും ടോട്ടലി പറയാനുള്ളത്. ഇനി ഉമ്മുസലൈമിന് എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ ചെയ്യുന്നതിന്റെ മുന്നേ? ഒരുപാട് സന്തോഷം. നെക്സ്റ്റ് ബ്രിട്ടീഷ് സ്കൂൾ കയറിയിട്ടാകുമ്പോൾ വീണ്ടും വരാം. നെക്സ്റ്റ് ഇപ്പൊ എൻട്രി ലെവലിലാണ് കയറിയ, CBSE ആണ് ആള്. മാസ്റ്ററിങ് IG A ലെവൽ എടുത്ത് ഇപ്പൊ അതിന്റെ പ്രാക്ടീസിലാണ്. ഐ എം ഷുവർ പെട്ടെന്ന് ആള് അടുത്ത അക്കാദമിക് ഇയറിന്റെ ഉള്ളിൽ അവിടെ കയറും എന്നുള്ളത് ഉറപ്പാണ്. ശരി ഇൻഷാല്ലാ മുസ്ലിം, ഇൻഷാല്ലാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് ഡിയേഴ്സ്. യു. അപ്പോ ഇനി എല്ലാവരും പേടിച്ചിരിക്കാതെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു, ബൈ. ബൈ.